വെൽക്കം ടു സാറാസ് കലിനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു മാഗി എഗ് നൂഡിൽസ് ആണ് പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളിവിടെ 3.5 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. 2 മിനിറ്റ്സ് മാഗി 75 ഗ്രാമിൻ്റെ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 3.5 കപ്പ് വെള്ളം മതിയാവും. ഇനി വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മാഗി ഇടുന്നത്. മാഗി ഇട്ടിട്ട് അതിൻ്റെ മസാലയും കൂടെ ആ സമയത്ത് തന്നെ അതിനൂടെ ചേർക്കും. പിന്നെ അത് ഫുൾ ഫ്ലെയിമിൽ അതിനകത്ത് കിടന്നത് വേകണം. മസാലയും അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ആ മസാലയ്ക്കകത്ത് കിടന്ന് അത് വെന്ത് കഴിയും. എല്ലാവർക്കും മാഗി ഉണ്ടാക്കാൻ അറിയാവുന്നതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ 2 സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 1 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. മാഗി നമ്മുടെ വെന്ത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമ്മൾ മുട്ട പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ 2 ടീസ്പൂണ് എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് നമ്മളിനി സബോളയും അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. നമ്മൾ സവാളയും ഇതെല്ലാം കൂടെ നന്നായിട്ട് അതിനകത്ത് കിടന്ന് ഒരുവിധം നന്നായിട്ട് വഴന്ന് മൂക്കണം. എന്നിട്ട് ശേഷമാണ് നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കൂടരുത്, കാര്യം മുട്ടയ്ക്ക് അധികം ഉപ്പ് വേണ്ട. 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മളിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ അത് മിക്സ് ചെയ്തതിന് ശേഷം ഒരുവിധം ഒന്ന് മൂക്കാറാകുമ്പോഴാണ് ഇനി നമ്മൾ മുട്ട ചേർക്കുന്നത്. മുട്ട നമ്മളിവിടെ 2 മുട്ട ആണ് എടുത്തേക്കുന്നത്. 2 മുട്ട ഇതിനകത്ത് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ടത് കുത്തി പൊരിച്ചെടുക്കണം. അതിനകത്ത് മിക്സ് ചെയ്ത് സബോളയും പച്ചമുളകും എല്ലാം മുട്ടയും കൂടെ ഇട്ട് കുത്തിപ്പൊരി എന്ന് പറഞ്ഞ പോലെ കുത്തിപ്പൊരിച്ച് അതിനകത്ത് എടുക്കണം. അപ്പോൾ ആ സബോളയിൽ ആ മുട്ട വെന്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. മാഗിയോടുകൂടി ചേർന്ന് കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്കും ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കാം, അറിയില്ലെങ്കിൽ ഒന്ന് ഇത് നോക്കി ഒന്നുകൂടി ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിത് ഈ മുട്ട വഴറ്റി അത് ആ മാഗിയിലോട്ട് ചേർത്ത് മിക്സ് ചെയ്താൽ മതി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മാഗിയുമായിട്ട് മിക്സ് ചെയ്യുക. നല്ല ചൂടോടെ നമുക്ക് ഈ മാഗി എഗ് നൂഡിൽസ് കഴിക്കാം. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നൂലാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.